السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബവാഇസുൽ ഖലാസ് മിനദ്ദുനൂബ്, അതിലെ 11ാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ ഹാദി അഷർ, 11ാമത്തെ കാരണം, തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള 11ാമത്തെ ഒരു മാർഗം, أن يعوض باعث الدين ودواعيه مسارعة الهوى ومقاومته على التدريج. പടിപടിയായി ദേഹേച്ഛയുമായി ഏറ്റുമുട്ടുവാനുള്ള മതത്തിൻ്റെ ആവേശത്തെയും പ്രേരകങ്ങളെയും വളർത്തിയെടുക്കുക, അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ്. ഖലീലൻ ഖലീലൻ, അല്പാൽപമായി, ഹത്താ യുദ്രിക ലദ്ദത്തൽ ളഫർ, അങ്ങനെ പൂർണ്ണമായി ദേഹേച്ഛയെ കീഴ്പ്പെടുത്തി ഈമാനികമായ വിജയം നേടുവാനും അതിലൂടെ കിട്ടുന്ന വിജയത്തിൻ്റെ ഒരു ആസ്വാദനം കണ്ടെത്തുവാനും നേടിയെടുക്കുവാനും മെല്ലെ മെല്ലെ അല്പാൽപമായി അങ്ങനെ പരിചയിച്ച് പരിശ്രമിക്കുക എന്നതാണ്. ഫതഖ്വ ഹീന ഇദിൻ ഹിമ്മത്തുഹു, അങ്ങനെ ആദ്യമേ തന്നെ മടുപ്പ് തോന്നി നിരാശ തോന്നി പോവുകയല്ല, അല്പാൽപമായി പടിപടിയായി ആ ദേഹേച്ഛക്കെതിരിലുള്ള ദീനിയായ അവബോധത്തെയും ഈമാനികമായ ചൈതന്യത്തെയും വളർത്തിയെടുക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ ഒരു ഉറച്ച തീരുമാനമായി, ഒരു അഭിലാഷമായി മാറും. ഫഇന്ന മൻ ദാഖ ലദ്ദത ശൈഇൻ ഖവിയത് ഹിമ്മതുഹു ഫി തഹ്സീലി, ഒരാൾക്ക് ഒരു ആഗ്രഹത്തിൻ്റെ ഫഇന്ന മൻ ദാഖ ലദ്ദത ശൈഇൻ, ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു ആസ്വാദനം, ഒരു ടേസ്റ്റ് അറിഞ്ഞാൽ അത് പിന്നെയും അയാൾക്ക് കിട്ടുവാനുള്ള ആഗ്രഹം അതിജയിച്ചു കൊണ്ടിരിക്കും, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. താൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യത്തിൻ്റെ ഗുണഫലം, അതിൻ്റെ ഒരു നല്ല രുചി അനുഭവിച്ചറിയാൻ ഒരാൾക്ക് സാധിച്ചാൽ അതിലേക്ക് വീണ്ടും അയാളുടെ മനസ്സെന്ത് ചെയ്യും? ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരിക്കും. വൽ ഇഅ്തിയാദു ലിമുമാറസത്തിൽ അഅമാലി ശാഖ യസീദുൽ ഖുവ അല്ലതി തസ്ദുറു അൻഹാ തിൽക്കൽ അഅമാൽ, ഒരു പ്രയാസകരമായ പ്രവൃത്തി അത് പരിശീലനത്തിലൂടെ പടിപടിയായി നേടിയെടുക്കുവാൻ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ആ പ്രയാസം നിറഞ്ഞ പണി പോലും അയാൾക്ക് പിന്നെ പ്രയാസരഹിതമായി അനുഭവപ്പെടും. അല്പാൽപമായി അങ്ങനെ പരിശീലിക്കുന്നതിലൂടെ അയാൾ അറിയാതെ തന്നെ ശക്തി നേടിക്കൊണ്ടിരിക്കും. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ. വലിദാലിക നജിദു ഖുവൽ ഹമ്മാലീൻ വ അർബാബ് സനാഇ അശ്ശാഖ തതസായദ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഒരു ഉപമയിലൂടെ പറയാണ്, നമുക്ക് കാണാൻ കഴിയും വലിയ വലിയ ഭാരം ചുമക്കുന്ന ആളുകൾ, വലിയ ഭാരം ചുമക്കുന്ന ലോഡിങ്ങുകാർ, വ അർബാബ് സനാഇ അശ്ശാഖ, പ്രയാസം നിറഞ്ഞ പല ജോലികളും ചെയ്യുന്ന, അധ്വാനത്തിൻ്റെ നല്ല കരുത്ത് വേണ്ട ആളുകൾ, അവരുടെ ശക്തി എന്ത് ചെയ്യുന്നുണ്ട്? തതസായദ്, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ബിഖിലാഫിൽ ബസ്സാസ് വൽ ഖയ്യാത്ത് വനഹ്വിഹിമ, ഏതെങ്കിലും വസ്ത്രം വിൽപ്പനക്കാരോ അല്ലെങ്കിൽ ടൈലർമാരോ, വസ്ത്രം തുന്നുന്ന ആളുകൾ, അവരൊക്കെയാണെങ്കിൽ അവരുടെ അധ്വാനങ്ങൾ എന്തില്ല, ശാരീരികമായി അവരെ പുഷ്ടിപ്പെടുത്തുന്ന, കായിക ബലം വരുന്ന, ശേഷി വരുത്തുന്ന ഒരവസ്ഥയിലേക്കില്ല. അവർ ചെറിയ അധ്വാനം വരുന്ന പണികളെ ചെയ്യുന്നുള്ളൂ. ഇതുപോലെയാണ് വമൻ തറക്കൽ മുജാഹദത ബിൽ കുല്ലിയ ലഉഫ ഫീഹി ബാഇസുദ്ദീൻ, ഒരാൾ തൻ്റെ ദേഹേച്ഛയോട് പോരാടുവാനുള്ള ആ ഒരു ജിഹാദിൻ്റെ പരിശ്രമത്തെ പൂർണ്ണമായി ഒഴിവാക്കുകയാണെങ്കിൽ അയാളിൽ ദീനിൻ്റെതായ ആവേശവും കരുത്തും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും. നേരെ മറിച്ച് അയാൾ പടിപടിയായി അതിനെ അതിജയിക്കാൻ അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ അയാളുടെ ദീനിയായ ആവേശവും ഈമാനിൻ്റെ കരുത്തും പുഷ്ടിപ്പെട്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും.
വഖവിയ ഫീഹി ബാഇസു ശഹ്വ, ഈമാനിൻ്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായിരിക്കും? ദേഹേച്ഛകളുടെ, മനസ്സിൻ്റെ കൊതികളുടെ അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ടുള്ള പ്രേരണങ്ങളായിരിക്കും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. വമത അവദ നഫ്സഹു മുഖാലഫത്തൽ ഹവ വലബഹു മത അറാദ്. എന്നാൽ ദേഹേച്ഛക്ക് എതിരിൽ നിന്ന് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന, പടിപടിയായി ആ ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അയാൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ 11ാമതായി പറഞ്ഞ കാര്യം ഇത്രയാണ്: തഅസീസു മുജാഹദത്തി ദവാഇ ശർ, തിന്മയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ വഴികളും അതിൻ്റെ പ്രേരകങ്ങളും ധർമ്മസമരത്തിലൂടെ, ജിഹാദിലൂടെ അതിജയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഫഇന്ന മിൻ ഫളാഇലി മുജാഹദത്തിൽ ഹവ വശൈത്വാൻ ഹുസൂലു മനാഅത്തിൻ ലിന്നഫ്സി മിൻഹുമാ. ആ ഒരു പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഒരു പ്രതിരോധ ശക്തി, നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ എന്ത് ചെയ്യും? നേടിയെടുക്കുവാൻ സാധിക്കും. പിശാചിനോടും ദേഹാച്ഛകളോടും നമ്മൾ ശക്തമായി പോരാടിക്കൊണ്ടിരുന്നാൽ, അത് അല്പാൽപമായിട്ടാണെങ്കിലും അങ്ങനെ പടിപടിയായി നമ്മൾ നേരിട്ടുകൊണ്ടിരുന്നാൽ നമ്മളിൽ ഈമാനികമായ ശക്തി ബലപ്പെട്ടുകൊണ്ടിരിക്കും. വബിഹാദിഹിൽ മുഖാവമത്തി അയ്ദൻ തദ്ഉഫു റഗ്ബത്തു ഫിൽ മആസി വയസ്ഹുലു അലൈഹി തർക്കുഹ, തിന്മകളോടുള്ള താല്പര്യം കുറഞ്ഞു വരും. എളുപ്പത്തിൽ ആ തെറ്റുകളെ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നയിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? ഹിദായത്തിൻ്റെ വഴികൾ എളുപ്പമാക്കി കൊടുക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹു സുഗർദവാന്മാരുടെ കൂടെയാണ്. അതേപോലെ അള്ളാഹു പറഞ്ഞു, വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദ, സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സന്മാർഗം അധികരിപ്പിച്ചു കൊടുക്കും. നന്മയിലൂടെ മുന്നേറുവാനുള്ള തൗഫീഖ് അവർക്ക് നൽകും. ഫൽ മുസ്ലിമു ഇദാ ജാഹദ വഖാവമ ദവാഇ ശർ വബവാഇസഹു, അതുകൊണ്ട് ഒരു വിശ്വാസി തിന്മയുടെ പ്രേരകങ്ങളെയും തിന്മയുടെ എല്ലാ സംഗതികളെയും പ്രതിരോധിച്ച് തടുത്തു നിർത്തുവാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ യുയസ്സിറു ലഹു സുബുലൽ ഹിദായത്തി വറഷാദ്, സന്മാർഗത്തിൻ്റെ നന്മയുടെ വഴി അയാൾക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. ബിഖിലാഫി മൻ ഇസ്തസ്ലമ ലിദവാഇ ശർ, തിന്മകൾക്ക് കീഴ്പ്പെടുന്നവർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത, അവരാണെങ്കിലോ ഫഇന്നഹു സയദ്ഉഫു അൻ മുഖാവമതിഹാ, തിന്മ അതിലേക്ക് പിശാച് അല്ലെങ്കിൽ ദേഹേച്ഛ ക്ഷണിക്കുമ്പോൾ അതിന് ഉത്തരം ചെയ്ത് അതിലേക്ക് പെട്ടുപോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അയാളുടെ ശക്തി ക്ഷയിക്കുകയും പ്രതിരോധിക്കാൻ കഴിയാതെ വിട്ടുപോവുകയും വയുസ്ബിഹു അസീറ ശഹവാതിഹി, തൻ്റെ ദേഹേച്ഛകളുടെ അടിമയായി ബന്ധനസ്ഥനായി മാറുകയും ചെയ്യും. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അക്മലുൻ നാസി ഹിദായതൻ അഅളമുഹും ജിഹാദ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പരിപൂർണമായി ഹിദായത്ത് ലഭിച്ച സന്മാർഗചാരി ആരാണ് എന്ന് ചോദിച്ചാൽ അഅളമുഹും ജിഹാദ, ഏറ്റവും നല്ല രീതിയിൽ ധർമ്മസമരം നയിക്കുന്നവരാണ്. വ അഫ്റദുൽ ജിഹാദ്, ആ ധർമ്മസമരത്തിൽ ജിഹാദിൽ ഏറ്റവും നിർബന്ധമായത്, അനിവാര്യമായത് ജിഹാദുൻ നഫ്സ്, ഒന്ന് സ്വന്തത്തോട് തന്നെയുള്ള ധാർമ്മിക പോരാട്ടമാണ്, ജിഹാദാണ്. വ ജിഹാദുൽ ഹവ, അതേപോലെ തന്നെ ദേഹേച്ഛകളോടുള്ള യുദ്ധമാണ്. വ ജിഹാദു ഷൈത്വാൻ, അതേപോലെ പിശാചിനോടുള്ള ധർമ്മസമരമാണ്. വ ജിഹാദു ദുനിയ, ഭൗതിക ലോകത്തോട്, ഭൗതിക സുഖങ്ങളോടുള്ള ജിഹാദാണ്. ഫമൻ ജാഹദ ഹാദിഹിൽ അർബഅ ഫില്ലാഹി, അള്ളാഹുവിനെ ഓർത്ത് പടച്ചറബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഈ 4 കാര്യങ്ങളോടും ആരെങ്കിലും ജിഹാദിനൊരുങ്ങിയാൽ, ധർമ്മസമരത്തിന് സന്നദ്ധനായാൽ, ഹദാഹുല്ലാഹു സുബുല റിളാഹുൽ മൂസില ഇലാ ജന്നത്തി, പടച്ചറബ് അള്ളാഹു അവനൊരുക്കിയിട്ടുള്ള സ്വർഗത്തിലേക്കും അവൻ്റെ തൃപ്തിയിലേക്കുമുള്ള വഴികളെല്ലാം അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും, അതിലൂടെ നയിക്കും. വമൻ തറക്കൽ ജിഹാദ ഫഅതഹു മിനൽ ഹുദ, എന്നാൽ ഈ ധർമ്മസമരത്തിന്, ഈ പോരാട്ടത്തിന് ആരെങ്കിലും വിസമ്മതിച്ച് പിന്മാറിക്കളഞ്ഞാൽ, അതിനെ ഒഴിവാക്കിയാൽ അയാൾക്ക് ആ സന്മാർഗം നഷ്ടപ്പെട്ടു പോകും. ബിഹസബി മാ അത്വല മിനൽ ജിഹാദ്, ഈ ധർമ്മസമരത്തിൽ നിന്ന് എത്ര കണ്ട് അയാൾ പിന്നാക്കം നിൽക്കുന്നോ, അതിനെ ഒഴിവാക്കുന്നുവോ അത്ര കണ്ട് സന്മാർഗത്തിൽ നിന്നും അയാൾ
അകന്നു ദൂരെ പോകുമെന്നാണ്. അതുകൊണ്ട് ദേഹേച്ഛകളോട് പോരാടാൻ, പിശാചിൻ്റെ കുതന്ത്രങ്ങളോട് പടവെട്ടാൻ നമ്മൾ തയ്യാറായി അല്പാൽപമായി പടിപടിയായിട്ട് നാം അതിന് പരിശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ ഈമാനികമായ കരുത്ത് ശക്തിപ്പെടും. ദേഹേച്ഛയെ അതിജയിക്കാൻ നമുക്ക് സാധിക്കും. അതുവഴി സർവ്വതിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകന്ന് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞത്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.